പക്ഷെ ഇപ്പൊ പുള്ളി ഞാൻ നശിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊണ്ട് നടക്കുവാണ്. എങ്ങനെ ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല. പുള്ളിക്ക് നിങ്ങൾ സിംഗിൾ ആണോ? നിങ്ങൾക്ക് മിങ്കിൾ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ആപ്പ് പോലത്തെ വല്ല ഓഞ്ഞ ആപ്പും ഡൗൺലോഡ് ചെയ്ത് മൂഞ്ചി തിരിഞ്ഞിരിക്കാണ്ട് കയ്യിലിരിപ്പ് ശരിയാക്കണം. ഓട്ടോമാറ്റിക് ആയിട്ട് മിങ്കിൾ ആയിക്കോളും. അല്ലാണ്ട് വല്ല ആപ്ലിക്കേഷൻ ഡൗൺലോഡും ചെയ്ത് സ്വന്തം കയ്യിൽ പൈസ കൊണ്ട് കളയരുത്. നമുക്ക് ആ വിഷയത്തിലോട്ട് നേരെ വരാം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ അച്ചായനെ അറിയാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. തൊപ്പിയുടെ കൂടെ നടക്കുന്ന അച്ചായൻ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. സോജൻ വർഗീസ് ഏഞ്ചൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ അങ്ങേര് കുറച്ച് ബർത്ത്ഡേ വിഷസ് ഒക്കെ ആൾക്കാർ ചെയ്തതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ തൊപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തത് അങ്ങേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ വന്നു വിത്ത് ആഘോഷം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെയും കുറച്ചു പേരായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഹാർട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എനിക്ക് അത്ര കണ്ടിട്ട് വെടിപ്പായിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ട് തോന്നിയില്ല. എന്തായാലും ആശാന് ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് ഇട്ടിട്ടുള്ളത്. എന്നാൽ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ടും ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ട് നിൽക്കുന്നു. ഞാൻ അപ്പോഴും ആലോചിക്കുന്നു, അച്ചായനും അങ്ങനെ പെണ്ണ് കിട്ടിയെന്ന്. എന്തായാലും കൊള്ളാം അച്ചായൻ, നിങ്ങൾക്കും പെണ്ണ് കിട്ടി. നമ്മളൊക്കെ ഇവിടെ കുറെ കാലം കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് വർഷങ്ങളായി. അതുപോലെ 1,00,000 സബ്സ്ക്രൈബറായി. ഇന്നേ വരെ ഒരു പ്രപ്പോസൽ പോലും വന്നിട്ടില്ല. വരുമോ എന്താ ദൈവത്തിനറിയാം. എന്തായാലും അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഞാൻ ഇടക്കിടക്ക് തെന്നിമാറും, ക്ഷമിക്കുക. എന്തായാലും ഞാൻ തപ്പി ആ പെൺകുട്ടിയുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു പയ്യൻ കൊണ്ട് അയച്ചു തന്നതാണ്. ആ ബ്രോ എനിക്ക് അയച്ചു തന്നിട്ടാണ് ഞാൻ ഈ സംഭവം കാണുന്നതും അറിയുന്നത്. ജിനു തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടിയുടെ അക്കൗണ്ട്, ഞാൻ അക്കൗണ്ട് ഇവിടെ കൊടുക്കാം. ആ അക്കൗണ്ടിൽ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യം ഈ സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അച്ചായനുമായിട്ട് ഉള്ള ആ കമ്പനി ആയിരിക്കും, അച്ചായന്റെ ലവർ ആയിരിക്കും, ഭാര്യയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ ആ പെൺകുട്ടി അച്ചായൻ ഈ ഫോട്ടോ ഇട്ടതിനെ തുടർന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം. ഹായ്, എൻ്റെ പേര് ജിനു. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ട് വന്നതിൻ്റെ കാരണം അച്ചായനാണ്. എല്ലാവർക്കും ഏകദേശം കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ. എനിക്കിവിടെ വേറെ പേരൊന്നും ആരുടെയും പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു. പുള്ളി സ്റ്റോറി ഇട്ടത് എൻ്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ച് പോയിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും അച്ചായൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു നാറിയ പരിപാടിയാണ്. ഒരു സമയത്ത് ഈ ലേഡി നിങ്ങളുടെ കമ്പനി ആയിരുന്നിരിക്കാം, നിങ്ങൾ ബ്രേക്കപ്പ് ആയി കാണാം, ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടില്ലായിരിക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തും ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളുണ്ട്. ഞാൻ അതും പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കുട്ടിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഈ ഒരു നിമിഷത്തിലില്ല. പക്ഷെ എന്തിനാണ് നിങ്ങൾ അവരെ കരിവാരി തേക്കാനായിട്ടാണോ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്? നിങ്ങളുടെ പേഴ്സണലായിട്ട് വെക്കേണ്ട ഫോട്ടോസ് പബ്ലിക്കിന്റെ മുന്നിൽ ബർത്ത്ഡേ വിഷ് കിട്ടി, ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത എന്തിനാണ്? ഇതൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കോൺട്രവേഴ്സി വിഷയത്തിൽപ്പെട്ട് റീച്ച് ഉണ്ടാവാനുള്ള പ്ലാനാണോ? ഒന്നും എനിക്കറിയത്തില്ല. ഇനി നിങ്ങൾ തമ്മിൽ പിണങ്ങി പോയത് ഇണങ്ങി ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച നാറിയ പരിപാടിയാണോ? അങ്ങനെ കാണിച്ച പരിപാടിയാണെങ്കിൽ അതിന് ഭൂലോക നാറിയ പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു പെൺകുട്ടി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി, അത് ഫ്രണ്ട് ആയിക്കോട്ടെ, ബെസ്റ്റി ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരായാലും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം മുന്നേയുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരം പരിപാടികൾ കാണിക്കുന്നത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ 10 ആൾ കാണാൻ ഇട്ട് ആ ഫോട്ടോസ് വെച്ചിട്ട് ഒരുമാതിരി നാറിയ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി 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 ക്രൈം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ ഫോട്ടോ എന്തുകൊണ്ടാണ് ഇവിടെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോ കാണിക്കത്തില്ലായിരുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും പെൺകുട്ടി പറയുന്ന ബാക്കി കേട്ടോക്കാം. പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയാണ് ഞാൻ ബ്ലോക്ക് എല്ലാം ചെയ്തു വെച്ചത്. പുള്ളി നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള്. പുള്ളിയുടെ നല്ല ഇതാണ്. പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്.
പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞ പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ഞാനത് ഓപ്പണായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും, എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ്. അല്ല സഹോദരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കട്ടയ്ക്ക് ഫ്രണ്ടായിട്ട് എന്ത് വിഷയം വന്നാലും കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഇല്ല, ഒന്നുമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇച്ചായൻ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് എന്തോ ഒരു വിയോജിപ്പുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ആ ഫോട്ടോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണെന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫോട്ടോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല. ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയല. ഇനി വേറൊരു കേസ്, ഈ പെൺകുട്ടിക്ക് അങ്ങേരെ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി അച്ചായൻ ചെയ്ത് വളരെ പോക്കൃത്തനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് വളരെ നാറിയ പരിപാടിയാണ്. നിങ്ങൾ ഒരു സമയത്ത് റിലേഷനിലായിരുന്നിരിക്കാം, മേ ബി ആയിരുന്നെങ്കിൽ അന്ന് എന്തെങ്കിലും കശപിശകളും പരിപാടികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഉടക്കി പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പുറകെ നടന്നിട്ട് ടോർച്ചർ ചെയ്യുന്നത് ഒരുമാതിരി ഡാഡി ഇല്ലാത്ത പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് വരും ദിവസങ്ങളിൽ മിക്കവാറും അറിയാൻ സാധിക്കും. എന്തായാലും അച്ചായ, നിങ്ങൾ മുട്ടുക്കൻ. അതുപോലെ പെങ്ങളെ, എനിക്കൊരു കാര്യം പറയാൻ ഉണ്ട്. ജസ്റ്റ് ഫ്രണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഫോട്ടോയിലൊന്നും പോയി പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തികച്ചും യാദർച്ഛികം മാത്രം. പക്ഷെ ഇപ്പൊ പുള്ളി ഞാൻ നശിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊണ്ട് നടക്കുവാണ്. എങ്ങനെ ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല. പുള്ളിക്ക് നേരത്തെ ഇതുപോലെ കുറെ പ്രശ്നം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി. അപ്പോഴും ഞാൻ ക്ഷമിച്ച് പുള്ളിയുടെ അടുത്ത് പിന്നെയും കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ, പോട്ട്, സാരമില്ല, അത് തെറ്റ്, പുള്ളിയുടെ വിവരമില്ലായ്മ എന്ന് കണ്ടിട്ട് ഞാനത് മൈൻഡ് അങ്ങനെ ആക്കിയിട്ടുള്ളൂ. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. പോട്ട്, ചിലവർക്ക് അത് സാരമില്ല എന്നുള്ള രീതിയിൽ വെക്കും, ചിലവര് പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാത്തവരുണ്ടാക്കിയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ആ ഒരു പോട്ട്, സാരമില്ല എന്നുള്ള മെന്റാലിറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കടന്നിപ്പോ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. നോർമലി ടോക്കും എല്ലാം ഉണ്ടായിരുന്നു. പുള്ളി എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യലി നല്ല രീതിയിൽ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാം, അതുവരെ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് അറിയുന്നവരടുത്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പൈസ ചോദിച്ചത്. പുള്ളി തന്നതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽ, അതായത് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിത് സെറ്റിൽ ചെയ്ത് തരാം എന്നൊക്കെ ഞാൻ സംസാരിച്ചതാണ്. നാളെ ചോദിച്ച ഉടനെ എൻ്റെ ഉണ്ടാവില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടാണ് പുള്ളിയുടെ നിന്ന് പൈസ എല്ലാം വാങ്ങിച്ചത്. ഓക്കെ, ഇവിടെ ഈ ലേഡി തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്നും ഇവർ പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടുകയാണെങ്കിൽ ജോലി കിട്ടുന്ന കാലത്ത് തിരിച്ചു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു മേടിച്ചെന്നാണ് ഇവിടെ ഈ ലേഡി പറയുന്നത്. ഈ കാര്യത്തിൽ ഞാൻ 100% ഇവർ പറയുന്നത് വിശ്വസിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറു സൈഡും കേൾക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ ഒരു കേസിൽ എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഉള്ള കാര്യം പറയാമല്ലോ, ഇവിടെ ഇച്ചായൻ ആ ഫോട്ടോ ഇട്ടു, ഓക്കെ, അത് ചെയ്തത് വളരെ പോക്രത്തനമാണ്. പക്ഷെ ഈ ലേഡി പറയുന്നതും എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ ഫോട്ടോ അങ്ങനെ വിട്ടത് നാറിയ പരിപാടിയാണ്. നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ ആ ഫോട്ടോ വിട്ടത് തന്നെ തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളും ആ ഫോട്ടോ എടുത്ത് ഇതിൽ വീണ്ടും വച്ചിട്ട് വീണ്ടും പുറത്ത് ആക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം കാണുന്നതിന്. അതുകൊണ്ട് എന്തോ എനിക്ക് എവിടെയൊക്കെ കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളും അടിക്കുന്നുണ്ട്. തികച്ചും യാദർച്ഛികം മാത്രം. പിന്നെ ഇങ്ങേരെ കയ്യിൽ നിന്നും ഇവർ പൈസ മേടിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഒരു പക്ഷേ പൈസ കൊടുത്തപ്പോൾ തന്നെ അങ്ങേർക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ചിലപ്പോൾ കല്യാണം കഴിക്കാമെന്നായിരിക്കും, കല്യാണം കഴിച്ച് ജീവിക്കാം എന്നായിരിക്കാം, മേ ബി അതായിരിക്കണം, അതും പറയുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ സ്വയം നാറാൻ വേണ്ടിയിട്ട് ഇച്ചായൻ ഒരിക്കലും ആ ഫോട്ടോ എടുത്ത് പുറത്ത് വിടത്തില്ല. അപ്പൊ അത് വിട്ടതിൽ തന്നെ ഇച്ചായൻ ഒന്നുകിൽ ഇവരെടുത്ത് നല്ല ദേഷ്യം കാണും, ഇവർ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തുകയാണ്, അതിനുശേഷം ചിലപ്പോൾ സാധിക്കാതെ പോയതാവാം, പലതും ആവാം. നമ്മൾ ഒരിക്കലും തീർത്ത് പറയുന്നില്ല. ഇച്ചായന്റെ സൈഡും കൂടി ഇനി കേൾക്കട്ടെ. ഇച്ചായൻ എന്തിനാണ് ആ ഫോട്ടോ ഈ സമയത്ത് എന്നെ കൊണ്ട് ഇട്ടതെന്നൊന്നും അറിയണ്ടേ. പക്ഷെ അതിന്റെ ബേസിൽ എനിക്ക് പുള്ളി പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിന്നും ടോർച്ചറിങ് കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ഇപ്പം നമ്മളൊരു നല്ല സൗഹൃദത്തിലായിട്ടുള്ള എങ്ങനെ ഇഷ്ടത്തിലാണ് ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരോടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കും, നമ്മുടെ പേഴ്സണൽ കാര്യം. അതെന്ത് നമ്മളെല്ലാവരിലും ഒരു വിശ്വാസം കൊടുക്കുന്നതാണ്. അതിപ്പോൾ അത് വലിയ തെറ്റാണെന്ന് എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം അവരുടെ അടുത്ത് തുറന്നു പറയുന്നത്. അതിപ്പോൾ പിണങ്ങുമ്പോൾ വേറൊരു രീതി, മിണ്ടുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് വേറൊരു രീതി. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതെനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. അവർക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്രൂഫാണല്ലോ ഇപ്പൊ കാണിച്ചത് പുള്ളി ഇപ്പൊ ആ വീഡിയോ ഇട്ടത് കാരണം എനിക്ക് ഒത്തിരി ടോർച്ചറിങ് ഉണ്ടായിരുന്നു. പുള്ളി കുറെ പേരെ ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്ത് അവരെല്ലാവരും എനിക്ക് ഷെയർ ചെയ്ത് തന്നു.
എന്താണിതെന്ന് ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ ഇത് ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ഞാൻ ഇട്ട സ്റ്റോറിയോ അല്ല അത്. പുള്ളി തന്നെ മെൻഷൻ ചെയ്ത് പുള്ളി ഇട്ടിരിക്കുന്ന കാര്യമാണത്. ഞാനല്ല അതിനകത്ത് ഒന്നും ചെയ്തിരിക്കുന്നത്, ഞാനല്ല. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പുള്ളി എല്ലാവരെയും വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത പല ടോർച്ചറിങ് നടത്തുമ്പോഴും ഞാൻ പല പ്രാവശ്യം ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേരെ വിളിച്ച് ഇങ്ങനത്തെ ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യരുത്, ഇതിനെ റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പുള്ളി അത് കാര്യമാക്കിയിട്ടില്ല. പുള്ളി അത് ആ രീതിയിൽ അത് കേട്ടു. ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. പുള്ളി ആവശ്യമില്ലാത്ത വൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്, ഇതൊക്കെ ഇടുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത്, കാരണം എല്ലാവരും കാണുന്നതാണ്. അത് എനിക്കൊരു നെഗറ്റീവ്. വീഡിയോ ഒക്കെ ഇടുന്ന നോർമലി അത് നമ്മളെല്ലാവരും ഇടുന്നതാണല്ലോ, അതുകൊണ്ട് സാരമില്ല. പക്ഷെ ഇങ്ങനത്തെ പേരും മനുഷ്യരുടെ കാര്യങ്ങളും മെൻഷൻ ചെയ്യരുത് എന്ന് ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി അത് ചെയ്ത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കിപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ഇടുന്നതിനകത്ത് പുള്ളിയുടെ അക്കൗണ്ടിൽ കയറിയിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? എനിക്കത് മാറ്റി നിർബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴും അതിന്റെ പേരിൽ ഞങ്ങൾ കുറേ ഷൗട്ട് ചെയ്തു, അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞിട്ട് കുറേ ഷൗട്ടിങ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പുള്ളി അത് വകവയ്ക്കാതെ കുറേ വീഡിയോസ് അങ്ങനെ അല്ലാണ്ട് ഈ ഓരോ നമ്മൾ പുറത്തു പോകുന്നതും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളി നല്ലൊരു സൗഹൃദം, നല്ലൊരു ഇത് വെച്ചിട്ട് ബന്ധം വെച്ചിട്ടാണ് നമ്മൾ അവരോട് മിണ്ടിയതും പുള്ളിയുടെ കൂടെ നല്ല രീതിയിൽ കമ്പനി ആയതും ഒക്കെ അതുകൊണ്ടാണ്. പക്ഷെ പുള്ളി ആവശ്യമില്ലാതെ ഇങ്ങനെ ടോർച്ചറിങ്ങിന് ഇനി ഇപ്പം വരേണ്ട കാര്യം എനിക്ക് അറിയില്ല എന്താന്ന്. പുള്ളി എന്നോട് മാരേജ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് പുള്ളി ഇത്രയും ടോർച്ചറിങ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇച്ചായന്റെ ഭാഗത്ത് ഞാൻ കാണുന്ന മിസ്റ്റേക്ക് ആ ഒരു ഫോട്ടോ പുറത്തു വിട്ടതാ മാത്രമാണ് ഞാൻ നിലവിൽ കാണുന്ന മിസ്റ്റേക്ക്. ഒരിക്കലും ആ ഫോട്ടോ പുറത്തു വിട്ടതിൽ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ ലേഡി പറയുന്നുണ്ട് ഇച്ചായൻ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചു, എനിക്കതിന് താല്പര്യമില്ല, എനിക്കതൊന്നും കഴിയില്ല എന്നുള്ള രീതിയിൽ. കല്യാണം കഴിക്കാൻ ഇച്ചായന് നിങ്ങളെ താല്പര്യമുണ്ട്, അതായത് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇച്ചായൻ അത് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കത് താല്പര്യമില്ലാത്ത പക്ഷം എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്തിനാണ് ഉമ്മ ചിങ്ങുണ്ടൊക്കെ ഫോട്ടോ എടുത്തത്? അതും അത്ര വെടിപ്പായിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫോട്ടോ എടുത്തത് എന്തോ ഓക്കെ വാട്ട് എവർ ഞാൻ പറയുന്നില്ല. ഓക്കെ അതുകൊണ്ട് തന്നെ ഇച്ചായൻ കല്യാണം കഴിക്കണം എന്നുള്ള ഇന്റൻഷനിലായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നത്. അതിനുശേഷം പിന്നെ എന്ത് പറ്റി, എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്തായാലും ചേച്ചി പറയുന്നത് പൂർണ്ണമായിട്ട് എനിക്ക് അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റുന്നില്ല സഹോദരി. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ പുറത്തു വന്നത് തന്നെയാണ്. ആ ഫോട്ടോ വിട്ടത് തെറ്റാണെങ്കിലും ആ ഫോട്ടോ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാറുകയാണ്. അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് മാരേജ് വേറെ എന്റെ വീട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ട്, ഓക്കെ ആയതാണ്, എനിക്കിതിന് പറ്റത്തില്ല, ഞാൻ സംസാരിച്ചതാണ്, എനിക്ക് വേണ്ട, എനിക്ക് മാരേജ് ഈ പുള്ളിയായിട്ട് എനിക്ക് ഓക്കെ ആവില്ല. കാരണം നമ്മളിപ്പോ ഒരാളെ അത്രയും നല്ല രീതിയിൽ നിന്ന് ഒരാളെ പെട്ടെന്ന് നമ്മൾ അത്രയും അകറ്റി ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റീസൺ ഇല്ലാതെ നമ്മളത് ചെയ്യില്ല. അത് ഞാൻ എന്തിനാണ് പെട്ടെന്ന് ഇച്ചായനെ അകറ്റിയിട്ട് ബ്ലോക്ക് ചെയ്ത് ഇച്ചായനുമായിട്ടുള്ള എല്ലാ ബന്ധവും വെട്ടിപ്പളന്ന് കളഞ്ഞതെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതിന് മാത്രം ഇച്ചായന്റെ ഭാഗത്ത് നിന്ന് എന്ത് മോശമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടാ. അങ്ങൊന്നും തൊടാതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, നമുക്ക് ഇതിന്റെ ഒരു ഉള്ളടക്കം പറഞ്ഞു തീർക്കാനും പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ വെടിപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ തൂക്കി വെച്ചിട്ട് അഭിപ്രായം പറഞ്ഞു തരാം. അല്ലാണ്ട് അങ്ങൊന്നും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൺഫ്യൂഷൻ ആയിപ്പോ. ഞാൻ പുള്ളീനെ ഇപ്പോഴും ആരെയും നെഗറ്റീവ് പറയാൻ ഞാൻ ആരുമല്ല. പുള്ളിയായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും എല്ലാം ക്ഷമിച്ച് ഒരു രീതിയിലും റിയാക്ട് ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പൊ കാണിക്കുന്നത് ഭയങ്കര ചെറ്റത്തരമാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ പുള്ളീനെ വിളിച്ചിട്ട് കാലി പിടിച്ചിട്ട് എന്റെ പോസ്റ്റ് ഡിലീറ്റ് ആക്കണം. നേരത്തെ ഒരു പ്രാവശ്യം പുള്ളി ഇതുപോലത്തെ വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ പുള്ളീനെ ഒത്തിരി കെഞ്ചി അവർ അമ്മയോട് ഉൾപ്പെടെ വരെ പറഞ്ഞു ഇത് മാറ്റി അങ്ങനെ കാണിക്കുന്നത് തെറ്റാണ്. അത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെനിക്കൊന്നും ഇവിടെ ഒന്നും പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ അത് പറയുന്നില്ല. പക്ഷെ ഇതിപ്പോ പുള്ളി അത്രയും എന്നെ അതിലും കയറിട്ട് അത് ഇന്ന് മാറും നാളെ മാറും എന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. പുള്ളി ടോർച്ചറിങ് ഞാൻ എന്നിട്ട് പുള്ളിനെ ബ്ലോക്ക് ചെയ്തതാണ്. പിന്നെയും പുള്ളി കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കോൾ എടുത്തത്. അല്ലാണ്ട് എനിക്ക് വേറെ ഒരു രീതിയിലും ഇല്ല. ഞാൻ ബ്ലോക്ക് ചെയ്ത അല്ലാത്ത വേറെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വിളിക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കും അങ്ങനെ പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നവരുണ്ട്. അവര് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുമുണ്ട്. അവർ ചോദിക്കുന്നത് ഞങ്ങളെ എന്തിനു വിളിച്ചു പറയണം, എന്റെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവരുടെ അങ്ങനത്തെ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പുള്ളി എല്ലാവരുടെ അടുത്ത് പുള്ളി എന്തോ ആണ്, പുള്ളി എന്റെ അടുത്ത് പറഞ്ഞതാണ് നിനക്ക് സോഷ്യൽ മീഡിയയിലൊന്നും ആരുമില്ല, പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ എന്തിട്ടാലും ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, നിന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തില്ല, ആരും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്റെ അടുത്ത് പറയും. എനിക്ക് ആരെ സപ്പോർട്ടും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഈ പുള്ളിക്കാരന്റെ വൃത്തിയായിട്ട സ്വഭാവം എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നത്. എനിക്ക് നല്ല പേര് കിട്ടണമെന്ന് മോശപ്പേര് അങ്ങനെയല്ല, എനിക്കിതിനകത്തൊരു വിഷമമുള്ള കാര്യമില്ല. പക്ഷെ എനിക്കൊരു ഫാമിലി ഉണ്ട്, അവര് വേദനിക്കുന്ന ഒരു കാര്യമുണ്ട്.
അവരാവശ്യമില്ലാതെ എനിക്ക് നെഗറ്റീവ്, ഞാൻ മോശക്കാരിയെന്നോ നല്ലവളെന്നോ പറയുന്നതിനകത്തല്ല. അത് ആരും എന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കത് അറിയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്, അവരെ നോക്കണം എനിക്ക്. ഞാൻ കാരണം അവർക്കൊരു വേദന ഉണ്ടാവരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നത്. എനിക്കറിയില്ല ആ വീഡിയോയിലെ ബാക്കിൽ എന്താണ് ഈ പുള്ളി കാണിക്കുന്നതും. പുള്ളി ഈ ഓരോ ഇടുന്ന പോസ്റ്റും പുള്ളിയുടെ ഇഷ്ടപ്രകാരം മാത്രം ഇടുന്ന പോസ്റ്റാണ്, എന്റെ ഇഷ്ടപ്രകാരമല്ല. എനിക്ക് പുള്ളിയായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് പുള്ളി ആരാന്ന് പോലും ഇപ്പൊ ഇനിയും തൊട്ട് അറിയുന്ന ഒരു സോചനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇനി അങ്ങ് ഓർക്കാൻ പോലും ഇഷ്ടമാവുന്നില്ല. എനിക്ക് ആ പുള്ളി അറിയാവുന്ന പോലും പറയാൻ എനിക്ക് അറപ്പ് വരിക. അത്രയും കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം വന്ന് ഇവിടെ വന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഇനി ലൈവിൽ വന്ന് കരഞ്ഞു പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ ഈ പുള്ളി കാണിക്കുന്നത് കണ്ട് ഒത്തിരിയും കാല് പിടിച്ച് പുള്ളി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട് അങ്ങനെ ഇടരുത്, നിങ്ങൾ ഈ കാണിക്കുന്നത് പിന്നീട് അത് മാറ്റാൻ പറ്റത്തില്ല എന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടും പുള്ളി അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതേ ഉള്ളൊരു ഓപ്ഷൻ. എനിക്ക് ഇങ്ങനെ വന്ന് പറയാനേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും എനിക്ക് പുള്ളീനെ നാറ്റിക്കാനോ ഒന്നിനുമല്ല, പുള്ളീനെ വെച്ചിട്ട് എനിക്ക് മുതലെടുക്കാനോ ഒന്നുമല്ല. ഞാൻ അത് ഇപ്പോഴും പറയാം. എനിക്ക് ഒരു ഇതും വേണ്ട, എനിക്ക് ഒരു പേരും വേണ്ട, എനിക്ക് ഒരു ലേബലും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ എനിക്കിത് പുള്ളിയുടെ വിചാരം ഞാൻ ഇപ്പൊ പുള്ളീനെ കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളീനെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇനിയും ചെയ്യുമെന്ന്. അതൊരിക്കലും ചിന്തിക്കണ്ട സോജൻ വർഗീസ് ഏഞ്ചൽ, ചിന്തിക്കണ്ട. ഞാൻ ഇനി താങ്കളെ കോണ്ടാക്ട് ചെയ്യില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇവരുടെ ഫോട്ടോസ് വിട്ടത് ഒരിക്കലും ശരിയല്ല. പ്രത്യേകിച്ച് അവരുടെ പ്രൈവറ്റ് ടൈമിലുള്ള ഫോട്ടോസ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വിട്ടതിന് ഉറപ്പായിട്ട് കേസ് കൊടുക്കാം, നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കേസ്, എന്തിനാണ് അങ്ങേര് ഇങ്ങനെ ഫോട്ടോസ് ഇട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്? അപ്പൊ അങ്ങേരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? അതൊക്കെ കേൾക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും എനിക്ക് കുറെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നും പൂർണ്ണമായി പറയുന്നില്ല. ഈ പറയുന്ന അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും പുറത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അങ്ങും തൊടാതെ സംസാരിക്കാതിരിക്കുക. പറയുന്നുണ്ടെങ്കിൽ നേരെ ചുവ പറയണം. അല്ലാണ്ട് അവിടെ എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യമുണ്ട്, പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഒന്നുകിൽ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതിപ്പോ അങ്ങേര് ഫോട്ടോസ് ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായിട്ട് പോകാൻ പറ്റുന്ന ഒരു കേസാണ്. എന്തായാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എന്തായാലും ഇച്ചായൻ ഈ ഫോട്ടോ ഈ സമയത്ത് വിടാനുണ്ടായ റീസൺ എന്താണ്? ഇങ്ങനെ ഒരു പ്രൈവറ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ വിടുന്നത്, അതിന്റെ പിന്നാലെ ഉള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇച്ചായന് ഇവരടുത്ത് ട്രൂ ലവ് ആയിരുന്നു. ഇവരുടെ വായിൽ നിന്ന് തന്നെ അത് വീഴുന്നുണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ ഇവർക്ക് താല്പര്യമില്ലെന്ന്. ഒരുപക്ഷെ അങ്ങേരെ കല്യാണ വാഗ്ദാനം നൽകി ചതിച്ചതാവാം. ഞാൻ മേബിയെ പറയത്തുള്ളൂ, ക്വസ്റ്റ്യൻ മാർക്കിലേ നിർത്തത്തുള്ളൂ. എനിക്ക് അങ്ങനെയൊക്കെ എവിടേക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് തോന്നി. ഇവരുടെ ഭാഗത്ത് 100% ശരിയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. അച്ചായൻ ഇതിന് എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ട് വന്നേക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ അടിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് പാக்கலாம்.